അവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കാണുന്നവർക്കെല്ലാം നല്ല ബോറടിയുണ്ട്. അതുപോലെ ഇന്നലെ ഇറങ്ങിയ 2 സിനിമകളും മേച്ചിരിക്കുന്നതുകൊണ്ട് ഓടും കഴുത എന്തേ പറയാൻ പറ്റില്ല. ഓടും കുതിരയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓടും കഴുത. ഓണത്തിന് സദ്യ ആഗ്രഹിക്കുന്നവർക്ക് കഷായം തന്നെ എങ്ങനെ ഇരിക്കും? ഇതെന്താ ഇത് ലോജിക്ക് എവിടെ? ഇതിലെന്താണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ ഒരിക്കലും എൻജോയ് ചെയ്യാം, ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സ്റ്റോറി ലൈനാണ് പറ്റിപ്പോയത്. ഭയങ്കര വീക്ക് പ്ലോട്ടാണ് ഫിലിമിൻ്റെ. പക്ഷേ ഒരു കാർട്ടൂണിഷ് കാരിക്കേച്ചർ നമ്മുടെ ഈ വെസ്റ്റ് സ്റ്റാൻഡേർഡ്സും ഗ്രാൻഡ് ബുഡാപെസ്റ്റ് പോലെ അവർ ഉദ്ദേശിച്ചു. പക്ഷേ ഭയങ്കര വീക്കായി പോയി. കുഴപ്പമില്ല, അത്ര പറയാൻ പറ്റും. അല്ലാതെ അടിപൊളി കിട്ടില്ല ഒന്നും പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആണ്. ഇല്ല, ആ പടം ആശ്വാസം ധ്യാൻ ശ്രീനിവാസനും പിന്നെ രേവതി നായർ എന്ന് പറഞ്ഞ ആക്ട്രസ്സാണ്. അവർ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കാണുന്നവർക്കെല്ലാം നല്ല ബോറടിയുണ്ട്. അതുപോലെ ഇന്നലെ ഇറങ്ങിയ 2 സിനിമകളും മേച്ചിരിക്കുന്നതുകൊണ്ട് ഇതിന് മിക്കവാറും ഒരാഴ്ച കഴിയുമ്പോൾ വാഷൗട്ടായി. ചേട്ടാ മൂവി എങ്ങനെയുണ്ട് ചേട്ടാ? ഓടും കുതിര ചാടും കുതിര എങ്ങനെയുണ്ട്? ഓടും കഴുത എന്തേ പറയാൻ പറ്റില്ല. ഓടും കുതിരയെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓടും കഴുത. ഓണത്തിന് സദ്യ ആഗ്രഹിക്കുന്നവർക്ക് കഷായം തന്നെ എങ്ങനെ ഇരിക്കും? അത്രയ്ക്ക് മോശം പടം. എങ്ങനെ ഇവിടെ തള്ളി നീക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ച് പോയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനിറങ്ങിയാൽ ഏറ്റവും മോശം ഫിലിം. ഫഹദ് ഇത്തരത്തിലൊരു കൂതറ സിനിമ എടുക്കുമെന്ന് തോന്നുന്നില്ല. വളരെ പ്രയാസമുണ്ട്. കാരണം എന്താ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നത് ഓണമല്ലേ, എല്ലാവർക്കും ഒരു ആവേശമാവട്ടെ എന്നുള്ള കരുതി വന്നതാണ്. എന്തായാലും ഓണം ലാലേട്ടനും ഒപ്പം ലോകയും കൂടെ കൊണ്ടുപോയി. ഇനിക്കൊന്നില്ല അല്ല, രണ്ടും കെട്ട അവസ്ഥയിൽ ഇറങ്ങി വന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഓടും കഴുത കണ്ടു, ഇനി ചാടിക്കൊണ്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ്. ഓവറോൾ ഒരൊറ്റ ആളെ പോലും ആ പടത്തിനകത്ത് എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല. ഇത് പക്ക ഓണ സദ്യക്ക് പകരം കുറച്ച് കഷായം മാറി തന്നു. ഒരു പോസിറ്റീവിനകത്ത് പറയാനില്ല. ഒരു പോസിറ്റീവ് ഏതെങ്കിലും ആരും നന്നായിരുന്നില്ല. ആരൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. കാരണം എന്താ നമ്മളെല്ലാം അവിടെ വെറുതെ പിടിച്ചിരുത്തുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവസാനത്തെ ഏതൊരു പടത്തിൻ്റെ ക്ലൈമാക്സിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവട്ടെ, സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവട്ടെ എന്നൊരു വലിയ എക്സ്പെക്റ്റേഷൻ. വെറുതെ നമ്മളിങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നതല്ലേ. വളരെ വളരെ മോശം പടമാണ്. അതിനുള്ള റിസൾട്ട് എന്തായാലും വരും. കാരണം ഒറ്റ ഷോ കൊണ്ട് തന്നെ ഈ പടത്തിൻ്റെ എല്ലാ ഡിമാൻഡും പോയി കഴിഞ്ഞു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വ്യത്യസ്ത ട്രീറ്റ്മെന്റ് ഉള്ള ഒരു സിനിമയാണ്. അതായത് ലോജിക്കെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാവരും ഭയങ്കര എക്സെൻട്രിക് ആയിട്ട് പെരുമാറുന്ന കുറേ കഥാപാത്രങ്ങളാണ് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുക. സംഭാഷണങ്ങളും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മളിപ്പം പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്തടത്തായിരിക്കും ഒരു കോമിക്കൽ ഒരു എലിമെന്റ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതെല്ലാം നമ്മൾ ഒരു ടിപ്പിക്കൽ കോമഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല. എല്ലാവരും അങ്ങനത്തെ രീതിയിൽ പെരുമാറുന്ന ഒരു കഥാപാത്രങ്ങളായിട്ടാണ്. അപ്പോൾ വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ആ ഒരു മീറ്റർ പിടിച്ചിട്ട് വേണമെങ്കിൽ ഒരു സിനിമ ആണ്. അല്ലാതെ അയ്യോ ഇതെന്താ ഇത് ലോജിക്ക് എവിടെ? ഇതിലെന്താണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിനിമ ഒരിക്കലും എൻജോയ് ചെയ്യാം, ഈ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ആണ്. അതായത് നമ്മളൊരു വ്യത്യസ്ത രീതിയിൽ നമ്മളിപ്പം ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുമ്പോഴത്തേക്കും അതിന് അങ്ങനത്തെ രീതിയിലുള്ള ഒരു വ്യത്യസ്ത ഒരു മോഡിലാണ് ഈ ഒരു സിനിമയുടെ ഒരു ട്രീറ്റ്മെന്റ്. കൊള്ളാം. പക്ഷെ ഇത് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവർക്കും ഒരു തുല്യ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പോസ്റ്ററിലും ഇതിലൊന്നും കാണിക്കാത്ത രീതിയിൽ ഒരു സർപ്രൈസ് അതെ ഉണ്ട്. നല്ല പെർഫോമൻസ്. അദ്ദേഹം മികച്ച നടനാണ്. പക്ഷെ ആ ഒരു എഫേർട്ട് അദ്ദേഹം എടുക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 3 സിനിമകളും കണ്ടൊരു വ്യക്തിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ലോക തന്നെയാണ് ഒരു ഫസ്റ്റ് ഒരു ഇതിൽ കൊടുക്കുക. സെക്കൻഡ് ഞാൻ ഈ ഒരു ഓടുകുതിര ചാടുകുതിര, പിന്നെ തേർഡ് ഹൃദയപൂർവ്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുമടുത്തത് നമ്മൾ കാലങ്ങളായി കണ്ടുമടുത്ത ഒരു ട്രീറ്റ്മെന്റിൽ പറയുന്ന ഒരു പുതുമയും ഇല്ലാത്ത ഒരു സിനിമയാണ്. കണ്ടിരിക്കാം എന്നുള്ള ഒരു പക്ഷെ ഇത് നമ്മൾ ഇത് കണ്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ അതേപോലെ ചിന്തിക്കണം. നമ്മൾ പ്രേക്ഷകർ ആ ഒരു കണ്ടന്റ് നമ്മൾ പ്രേക്ഷകർ അതേപോലെ ചിന്തിക്കണം. അല്ല നമ്മൾ ലോജിക്കാണ് അല്ലെ ലോജിക്ക് എവിടെ, ഇതിൽ എന്തെവിടെ, ഇതെവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ അങ്ങനെ ചോദിക്കുന്നവർക്ക് എന്തായാലും ഈ ഒരു സിനിമ വർക്കാവില്ല. സെക്കൻഡ് ഹാഫ് മനസ്സിലാവുന്നില്ല. ഒരു കണക്ഷൻ കിട്ടും. നല്ല രീതിയിൽ എടുക്കാൻ നോക്കണം. പക്ഷെ മൊത്തം എഡിറ്റിങ് വളരെ മോശമായി. ഫ്രെയിംസൊക്കെ ഈ പറഞ്ഞ പോലെ റിച്ച് ഫ്രെയിംസാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ദാരിദ്ര്യം കാണിക്കാൻ വേണ്ടി ഒരു ക്യാരക്ടർ അങ്ങനെ പറഞ്ഞാൽ കൊണ്ടുവന്നു. മെയിൻലി എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറി മോശമാകുന്ന സമയത്ത് പേഴ്സണലി അതെല്ലാം ക്യാരക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്യും. ഇവരൊരു കാർട്ടൂണിഷ് ഒരു കാരിക്കേച്ചർ ഫിലിമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അതിനകത്ത് സ്റ്റോറി ലൈൻ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി. നമുക്ക് സെക്കൻഡ് ഹാഫ് വരുമ്പോൾ ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയ പോലുള്ള ഒരു അവസ്ഥ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കണക്റ്റായില്ല. ഇല്ല, ഈ സ്റ്റോറി ലൈനാണ് പറ്റിപ്പോയത്. ഭയങ്കര വീക്ക് പ്ലോട്ടാണ് ഫിലിമിൻ്റെ. പക്ഷേ ഒരു കാർട്ടൂണിഷ് കാരിക്കേച്ചർ നമ്മുടെ ഈ വെസ്റ്റ് സ്റ്റാൻഡേർഡ്സും
ഗ്രാൻഡ് ബുഡാപെസ്റ്റ് പോലെ അവർ ഉദ്ദേശിച്ചു, പക്ഷേ ഭയങ്കര വീക്കായി പോയി. അപ്പോൾ ഓടാൻ ചാൻസ് കുറവാണ്, ഭയങ്കര കുറവാണ്. സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി കണ്ടിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇത്രയും ലെങ്തി എഡിറ്റ് ചെയ്തൊന്ന് കുറയ്ക്കായിരുന്നു, അവർക്കൊരു 2 hours ഒക്കെ ആക്കായിരുന്നു. സിനിമ എങ്ങനെയുണ്ട്? എങ്ങനെയാണ് സിനിമ? അടിപൊളിയാണ്. ഫഹദിന്റെ കല്യാണിയുടെ കോംബോ എങ്ങനെയുണ്ട്? ഫഹദിന്റെ കല്യാണിയുടെ കോംബോ ഇഷ്ടപ്പെട്ടോ? കൊള്ളില്ല, ഇഷ്ടമായില്ല. എന്താ നെഗറ്റീവായിട്ട് തോന്നുന്നേ? സ്റ്റോറി ഒന്നും ഒട്ടും കൊള്ളില്ല, ഭയങ്കര ലാഗായിരുന്നു, ഒട്ടും പോരായിരുന്നു. ഒന്നും പറയണ്ട, അതിനെയൊന്നും പറയില്ല. ജസ്റ്റ് കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഒന്നും അധികം വർക്കായില്ല. വിനയ് ഫോർട്ടിന്റെ കോമഡി ഫസ്റ്റ് ഹാഫ് വർക്ക്. എല്ലാവരും ഫസ്റ്റ് ഹാഫ് പടം നല്ല രീതിയിൽ പോയി. സെക്കൻഡ് ഹാഫ് പോയിട്ട് പടം വേറെ രീതിയിൽ പോയി. ഒന്നും ലോകയ്ക്ക് ഹൃദയപൂർവ്വം ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇതിൽ വരാം, അങ്ങനത്തെ ഒരു ഫീലാണ്. എങ്ങനെയുണ്ട് ഓവറോൾ മൂവി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അത്ര പറയാൻ പറ്റും. അല്ലാതെ അടിപൊളി കിട്ടില്ല ഒന്നും പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, ജസ്റ്റ് 1 time വാച്ചബിളാണ്. ഫസ്റ്റ് ഹാഫ് കാണാം, കിട്ടില്ലാണ്. സെക്കൻഡ് ഹാഫ് കയ്യിൽ നിന്ന് പോയി, ഒന്നും പറയാൻ പറ്റത്തില്ല. ഒരു അപരാധം ഫീല് പോയി സെക്കൻഡ് ഹാഫ്. ഫഹദും കല്യാണിയും കോംബോ അത് തന്നെ കോമഡി. ഫസ്റ്റ് ഹാഫ് എറിച്ചു. ഫസ്റ്റ് ഹാഫ് പടം ഞാൻ വിചാരിച്ചു കൊണ്ടുപോകും, പടം തൂക്കും. പക്ഷേ സെക്കൻഡ് ഹാഫ് കൊണ്ട് തുലച്ചു. ലോകയ്ക്കും ഹൃദയപൂർവ്വം ടിക്കറ്റ് ഇല്ലെങ്കിൽ എല്ലാവരും വന്ന് കാണാം, അങ്ങനത്തെ ഒരു ഫീലാണ്. ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. എല്ലാവരുടെയും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. റൊമാൻസ് ആയിട്ട് എല്ലാം കൊള്ളാം, അടിപൊളിയാണ്. ചെറുത് അത്രയില്ല, എന്നാലും കുഴപ്പമില്ല.